പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് കൃപ ലഭിച്ചതിനെ ഓർത്ത് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുന്നു. എൻ്റെ പേര് ഷിജൻ ഡൊമിനിക്. കണ്ണൂർ ജില്ലയിലെ കുഞ്ഞുമംഗലം എന്ന് പറഞ്ഞ ഇടവകയിൽ നിന്ന് വരുന്നു. 30/6/2023 ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടിയിലായിരുന്നപ്പോൾ പരിശുദ്ധ അമ്മ ഈശോ വഴി എനിക്ക് എൻ്റെ 4 ആഗ്രഹങ്ങൾ സാധിച്ചു തന്നു. അതിലൊന്നാമത്തേത് 2 വർഷത്തിലധികമായി ഞാൻ വിദേശത്തേക്ക് ഒരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എവിടെ റെസ്യൂം അയച്ചാലും റിജക്ഷൻ മാത്രമായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. ഈ ഇടയായിട്ട് അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ കളിയാക്കുമായിരുന്നു ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും ഇതൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ അവരോട് പറയാമായിരുന്നു, ഈ വർഷം കഴിയുന്നതിന് മുന്നേ തന്നെ അമ്മ എനിക്ക് അബ്രോഡ് ഒരു ജോബ് റെഡിയാക്കി തരും, നിങ്ങൾ കണ്ടോളൂ എന്ന് ഞാൻ എപ്പോഴും പറയുമായിരുന്നു. പെട്ടെന്ന് സഡനായിട്ട് ഞാൻ ആ കാര്യം മറന്നുപോയി. ഞാൻ പറഞ്ഞ കാര്യം ഞാൻ മറന്നുപോയി. പക്ഷെ അമ്മ മറന്നിട്ടില്ല. കറക്റ്റ് ഈ വർഷം കഴിയുന്നതിന് മുന്നേ തന്നെ അമ്മ എനിക്കൊരു ഇൻ്റർവ്യൂ തന്നു. ആ ഇൻ്റർവ്യൂവിലാണ് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, ഒരു ഉത്തരവും പറഞ്ഞിട്ടില്ല, അറിയുന്ന ഉത്തരങ്ങൾ പോലും പറയാൻ പറ്റിയില്ല. കംപ്ലീറ്റ്ലി ബ്ലാങ്കായിട്ട് അങ്ങ് ഇരിക്കുമായിരുന്നു. ഇൻ്റർവ്യൂവിന് മുന്നേ ഞാൻ തൈലം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, കുരിശ് വരയ്ക്കുകയും ഉപ്പ് ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു കയ്യിൽ കാശ് രൂപ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ കൈ ബൈബിളിൽ വെച്ചിട്ടുമാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. അവരെന്നോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ഞാൻ ചിലതൊക്കെ പറയാൻ ശ്രമിച്ചു എന്നല്ലാതെ ഒരു ആൻസർ പോലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ഇതെനിക്ക് അമ്മ തരുമെന്നുള്ളത്. പിറ്റേ ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റു, പ്രതിഷേധന പ്രാർത്ഥന ചൊല്ലി കഴിഞ്ഞ് മൊബൈൽ ഓപ്പൺ ചെയ്തപ്പോഴേക്കും എനിക്ക് ഓഫർ ലെറ്റർ വന്ന് കിടക്കുവാണ്. അമ്മയ്ക്ക് ഈശോയ്ക്ക് 1000 നന്ദി. അതുപോലെ തന്നെ 8 വർഷമായി ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് എനിക്കൊരു പേപ്പർ ഫെയിലായിരുന്നു. ഞാൻ ഒരുപാട് തവണ എഴുതി, പാസ്സാവുന്നില്ല. അവസാനം എൻ്റെ ചാൻസ് മുഴുവൻ നഷ്ടപ്പെട്ടു. ഞാൻ എപ്പോഴും അമ്മയോട് പറയായിരുന്നു, അമ്മ എനിക്ക് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി തരണേ, 8 വർഷമായി ഞാൻ എന്താ ചെയ്യേണ്ടത്, ഡിഗ്രി ഇല്ലല്ലോ, കഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു എപ്പോഴും. എൻ്റെ ചാൻസ് എല്ലാം നഷ്ടപ്പെട്ടു. 2014-17 ബാച്ചായിരുന്നു. അത് കഴിഞ്ഞു, ഇനിയൊരു ഓപ്ഷൻ മുന്നിലില്ല. ആ ഇടയ്ക്ക് ഞാൻ പ്രാർത്ഥിച്ചു. അമ്മ എനിക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റി എക്സാം വീണ്ടും കണ്ടക്ട് ചെയ്തു 2022. അതിന് മുന്നേയുള്ള എക്സാംസ് ഞാൻ എപ്പോൾ എഴുതിയാലും എനിക്ക് 15 മാർക്കിന് മുകളിലോട്ട് മാർക്ക് കിട്ടത്തില്ലായിരുന്നു. ആ എക്സാം ഞാൻ കാശ് രൂപം വെച്ചാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. ആ എക്സാമിൽ അമ്മ എനിക്ക് 60 മാർക്ക് തന്നു. കൂടാതെ 10 വർഷമായിട്ട് ഞങ്ങളുടെ വീടിൻ്റെ ഡോക്യുമെൻ്റ് പണയത്തിലായിരുന്നു. അതെടുക്കാനോ അടയ്ക്കാനോ ഉള്ള ഒരു സോഴ്സും ഞങ്ങൾക്ക് മുമ്പിലുണ്ടായിരുന്നില്ല. ഈ നവംബർ മാസം വീടിൻ്റെ ജപ്തിയാണെന്ന് പറഞ്ഞ് കടലാസ് വന്നു. അപ്പം ഞാനിവിടെ ധ്യാനത്തിൽ വന്ന് എപ്പോഴും പങ്കെടുക്കുമായിരുന്നു. അമ്മയോട് പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരുപാട് സ്ഥലത്ത് സഹായങ്ങൾ കിട്ടുകയും ആ ലോണിൻ്റെ പകുതി എമൗണ്ട് അടക്കാനും ജപ്തിയിൽ നിന്ന് ഒഴിവാകാനും സാധിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി. കൂടാതെ 2ാമത്തെ ഉടമ്പടി പുതുക്കിയ സമയത്ത് എൻ്റെ കാൽമുട്ടിന് ഭയങ്കര വേദനയായിരുന്നു. സ്റ്റെപ്പ് കയറാനോ ഇറങ്ങാനോ ഒന്നും പറ്റില്ലായിരുന്നു. അപ്പോൾ ആ ഇടയ്ക്ക് ഞാൻ ഉടമ്പടി സാക്ഷ്യം കണ്ടുകൊണ്ടിരുന്നപ്പം പെട്ടെന്ന് എൻ്റെ കാലിൽ ഇടിമിന്നലേറ്റ പോലെ ഒരു വേദന വന്നു. ഒരു 10 മിനിറ്റോളം എൻ്റെ കാലെനിക്ക് അനക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നല്ല പെയിൻ ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല സിവിയർ പെയിനായിരുന്നു. പക്ഷേ ഒരു 10 മിനിറ്റ് ശേഷം പിന്നെ എനിക്ക് കാലിന് വേദനയില്ല. ഞാൻ സ്റ്റെപ്പ് കയറി നോക്കി, താഴോട്ട് ഇറങ്ങി നോക്കി, എനിക്കൊരു കുഴപ്പമില്ല. കംപ്ലീറ്റ്ലി ആ പെയിൻ എനിക്ക് മാറി. മാതാവ് അതെനിക്ക് എടുത്ത് മാറ്റി കളഞ്ഞു. അമ്മയ്ക്ക് ഈശോയ്ക്കും കോടാനുകോടി നന്ദി. ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഞാൻ ഡെയിലി കുർബാനയിൽ പങ്കെടുക്കും, എല്ലാ ദിവസവും ജപമാല ചെല്ലും. കൂടാതെ കാരുണ്യപ്രവൃത്തികളായിട്ട് ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഫുഡ് കൊടുക്കുമായിരുന്നു. പിന്നെ പത്രം ബസ് സ്റ്റാൻഡിലും ഹോസ്പിറ്റലിലും വിതരണം ചെയ്യുമായിരുന്നു. എന്നാൽ കഴിയുന്ന വിധം ഞാൻ എല്ലാവരെയും സഹായിക്കുമായിരുന്നു. പരിശുദ്ധ അമ്മ വഴി ഈശോ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറയുന്നു. എഫെസർക്കെഴുതിയ ലേഖനം 2:8 വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. ഷിജിൻ ഡൊമിനിക് എന്ന ഈ മകൻ വലിയ സന്തോഷത്തോടുകൂടി ഹൃദയനിറവോടുകൂടി പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുസന്നിധിയിൽ ജീവിതത്തിൽ ലഭിച്ച 4 പ്രത്യേക അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണ്. മകൻ്റെ വാക്കുകളിൽ നമ്മൾ ഓരോന്നും വളരെ ഹൃദയസ്പർശിയായി ശ്രവിക്കുന്നുണ്ടായിരുന്നു. ആദ്യത്തേത് മകൻ പറയുന്നത് മാൽദ്വീപ്സിലേക്കുള്ള വിസ ശരിയായതാണ്. തുടർച്ചയായ റിജക്ഷനായിരുന്നു മകനുണ്ടായിരുന്നത്. എന്നാൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങിയതിൻ്റെ തൊട്ടടുത്ത നാളുകളിൽ തന്നെ മാൽദ്വീപ്സിൽ വിദേശത്തേക്ക് ജോലിക്ക് വേണ്ടിയുള്ള കാര്യം ശരിയായി കിട്ടുകയും അത് സുരക്ഷിതമാവുകയും ചെയ്തതിനെ മകൻ സാക്ഷ്യപ്പെടുത്തുന്നു.
രണ്ടാമത്തത് 8 വർഷം മുമ്പ് മകൻ ഡിഗ്രിയിൽ ഒരു വിഷയം തോറ്റത് മൂലം പൂർത്തിയാക്കാനാവാതെ ഏറെ വിഷമിച്ച് നടന്നിരുന്നതും പലപ്പോഴും പരീക്ഷ എഴുതുമ്പോൾ വീണ്ടും പരാജയങ്ങൾ തന്നെ സംഭവിച്ചുകൊണ്ടിരുന്ന വിഷയത്തെ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത്. മകൻ പറയുന്നുണ്ട്, അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കേൾക്കുവാൻ വേണ്ടി കണ്ണൂർ നിന്ന് ഇവിടെ വരെ എത്തിച്ചേരുമായിരുന്നു. അങ്ങനെ ആ ഒരു ത്യാഗത്തെ, ആ ഒരു നല്ല മനസ്സിനെ അമ്മ മാതാവ് പ്രത്യേകമാവിധം മകന് അനുഗ്രഹമാക്കി കൊടുക്കുന്നുണ്ട്. ആ മകൻ ദൈവത്തോട് പുലർത്തുന്ന വിശ്വസ്തതയ്ക്ക് 2022 പിന്നീട് ആ പഴയ സ്കീമിൽ പരീക്ഷ നടത്തുവാൻ യാതൊരു സാഹചര്യവും ഇല്ലാതിരിക്കെ അത് പുതിയ സ്കീമിലേക്കെല്ലാം മാറിയതിന് ശേഷം മകൻ പറയുന്നു, അത്ഭുതകരമായി മകൻ പഠിച്ചിരുന്ന സ്കീമിൽ ഒരു തവണ കൂടി പരീക്ഷ അനുവദിച്ചുകൊണ്ട് ഉത്തരവാവുകയും മകൻ ആ പരീക്ഷ എഴുതുമ്പോൾ 60 മാർക്ക് ലഭിച്ചുകൊണ്ട് നല്ല വിജയം മകന് ലഭിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. അത് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഓരോ കാര്യവും ക്രമീകരിക്കുകയാണ്. വീണ്ടും മൂന്നാമത്തത് മകൻ പറയുന്നത്, 10 വർഷമായി ലോൺ എടുത്തിട്ട് തിരികെ അടയ്ക്കാനാവാത്തത് മുതൽ ജപ്തി നടപടിയിലേക്ക് വന്ന വസ്തുവിൻ്റെ വിഷയങ്ങളും സാമ്പത്തിക ബാധ്യതകളുമാണ്. അതും മറ്റൊരു കൂട്ടരുടെ സഹായത്തോടു കൂടി കുറച്ച് പണമടച്ച് ആ ജപ്തി നടപടിയിൽ നിന്നും കുടുംബത്തെ സംരക്ഷിക്കുവാനും രക്ഷപ്പെടുത്തുവാനും സാധിച്ചുവെന്നതും മകൻ സന്തോഷത്തോടു കൂടി സാക്ഷ്യപ്പെടുത്തുകയാണ്. മറ്റൊന്ന് 2 വർഷമായി മകനേറെ അനുഭവിച്ചിരുന്ന കാൽമുട്ട് വേദനയും ഉടമ്പടി തൈലത്തിൻ്റെ ഉപയോഗത്തിലൂടെ പൂർണ്ണമായ സൗഖ്യവും ആരോഗ്യവും ലഭിച്ചതിനെ സാക്ഷ്യപ്പെടുത്തുന്നു. മകൻ്റെ ജീവിതത്തിലെ 4 വ്യത്യസ്ത മേഖലകളെ മകൻ ഇവിടെ ഉടമ്പടിയുടെ അനുഭവങ്ങളായി നമ്മുടെ മുമ്പിൽ പങ്കുവയ്ക്കുകയാണ്. ആദ്യത്തത് ജോലി ലഭിച്ചതിനെക്കുറിച്ച്, രണ്ടാമത്തത് പരീക്ഷ വിജയിച്ചതിനെക്കുറിച്ച്, മൂന്നാമത്തത് കടബാധ്യത ഇളച്ചു കിട്ടുകയും വസ്തു രക്ഷിച്ചെടുക്കുവാൻ സാധിച്ചതിനെക്കുറിച്ച്, നാലാമത്തത് രോഗസൗഖ്യത്തെക്കുറിച്ച്. ജീവിതത്തിൻ്റെ 4 വ്യത്യസ്തമായ മേഖലകളിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ മാതാവ് കൂടെ നിന്ന് സമയം ചുരുക്കി വേദനകൾ, ഭാരങ്ങൾ ലഘൂകരിച്ചു കൊടുത്ത്, വേദനകൾ അകറ്റിക്കൊടുത്ത് ഞാൻ കൂടെയുണ്ടെന്ന സാന്നിധ്യത്തോടു കൂടി മകൻ്റെ ജീവിതത്തെ സംരക്ഷിക്കുകയും ഉടമ്പടിയോട് മകൻ പുലർത്തുന്ന വിശ്വസ്തത മകൻ്റെ പ്രാർത്ഥനകൾക്കുള്ള ഉത്തരമായി ദൈവം അനുവദിച്ചു കൊടുക്കുന്നത് നാം ശ്രമിക്കുകയാണ്. മകൻ്റെ ഉടമ്പടി ജീവിതം അത് വിശ്വസ്തതയുടേതും അത് ഓരോ കാര്യവും സന്തോഷത്തോടുകൂടി നിർവഹിക്കുവാൻ എപ്പോഴും താല്പര്യപ്പെടുന്നതുമാണെന്ന് മകൻ വാക്കുകളിലൂടെ സൂചിപ്പിക്കുന്നുണ്ട്. ഉടമ്പടിയിൽ നമ്മൾ പുലർത്തുന്ന വിശ്വസ്തത, ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കളോട് നാം പുലർത്തുന്ന ആദരവ്, വിശ്വാസത്തോടു കൂടിയുള്ള അവയുടെ പ്രയോഗം, അത് നമുക്ക് നിശ്ചയം സൗഖ്യവും അനുഗ്രഹവും ഭാരങ്ങൾ ലഘൂകരിച്ച് ജീവിതത്തെ കൂടുതൽ സുരക്ഷിതമാക്കുകയും ചെയ്യും. ഈ മകന് ലഭിച്ച ഈ വലിയ നന്മകൾക്ക്, അനുഗ്രഹങ്ങൾക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി അമ്മ മാതാവിനും തിരുക്കുമാരനും സമർപ്പിച്ചുകൊണ്ട് കരങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.